വാരിച്ചൊരിയുമ്പോൾ ആനന്ദമേകും ആകുലമകറ്റും അനുദിന ജീവിത പാതയതിൽ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ ദിവസത്തിനു വേണ്ടി സ്തോത്രം. ഇന്ന് നമ്മൾ ഉയർപ്പിൻ്റേതായുള്ള ചില ചിന്തകൾ ഒരുമിച്ച് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു ഗുഡ് ഫ്രൈഡേ, ഒരു ദുഃഖ വെള്ളിയാഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും നിന്ദയുടെയും പരിഹാസത്തിൻ്റെ നടുവിൽ ഒരു നിശബ്ദമായ ഒരു ശനിയാഴ്ചയും കടന്നുപോയാൽ പലരും കൂടെ നിന്നവർ, അപ്പം തിന്നവർ, തള്ളിപ്പറയും ഒറ്റിക്കൊടുക്കുകയും പല നിന്ദയും പരിഹാസവും ഒക്കെയും നമ്മുടെയൊക്കെയും ജീവിതത്തിലുണ്ടാകുമ്പോൾ, എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്കൊരു ഉയർപ്പുണ്ട് എന്നാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഉയർപ്പോടുകൂടി നമ്മെ വിളിച്ചു പറയുന്നത്. ഈ ഉയർത്തെഴുന്നേറ്റായ യേശു ക്രിസ്തുവിനെ ആദ്യം കണ്ടതായുള്ള ഒരു വേദഭാഗത്തിൽ നിന്ന് ചില ആത്മീക മർമ്മങ്ങൾ ഗ്രഹിപ്പാൻ ആഗ്രഹിക്കുന്നു. അതിനായി എടുത്തിരിക്കുന്നതായുള്ള വേദഭാഗം യോഹന്നാൻ്റെ സുവിശേഷം, ഹല്ലേലൂയ, അതിൻ്റെ 20-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം ഇപ്രകാരം പറഞ്ഞു: ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു, യേശു നിൽക്കുന്നത് കണ്ടു, യേശുവാണ് എന്ന് അറിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിൽ മഗ്ദലക്കാരത്തി മറിയ എന്തു ചെയ്തു? യേശു ക്രിസ്തുവിൻ്റെ ശവശരീരത്തിൽ പൂശുവാനുള്ള സുഗന്ധവർഗവുമായിട്ട് പോയിട്ട് അവിടെ നിന്ന് ഹല്ലേലൂയ കല്ല് ഉരുട്ടി മാറ്റി കിടക്കുന്നത് കണ്ടിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പത്രോസിനെ യോഹന്നാനെ അറിയിച്ചപ്പോൾ അവരും കൂടി ഓടി. അവർ കുനിഞ്ഞു നോക്കി, അവരൊന്നും കണ്ടില്ല. തിരുവെഴുത്തുകളിൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് എന്നറിഞ്ഞതും അതൊന്നും ഓർക്കാതെ വിശ്വസിക്കാതെ അവർ വീട്ടിൽ പോയപ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയ അവിടെ നിന്നു. അവിടെ നിന്നിട്ട് ഹല്ലിൽ കുനിഞ്ഞു നോക്കിയപ്പോൾ 2 ദൂതന്മാർ നിൽക്കുന്ന അവരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെയുമുണ്ട്. എൻ്റെ യജമാനനെ എവിടെ നിങ്ങൾ എടുത്തു വെച്ചത്? പറ, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് പറഞ്ഞവൾ പിന്നോക്കം തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് കണ്ടിട്ട് യേശുവാണ് എന്ന് അറിഞ്ഞില്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവറിയിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തു തിരുവെഴുത്തും പ്രകാരം ഉയർത്തെഴുന്നേറ്റിരിക്കുമ്പോൾ ഹല്ലേലൂയ, അത് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അവിടെ ചെന്നതായുള്ള ഈ മറിയയ്ക്ക് ഹല്ലേലൂയ യേശുവാണ് എന്നറിയാൻ സാധിച്ചില്ല. എന്താണ് കാരണം? അതാണ് ഇന്ന് ചുരുക്കമായി നമ്മളിരിക്കുന്നത്. ഈ മറിയ അവിടെ ജീവിതത്തിൽ സുഗന്ധവർഗമായിട്ട് പോകുമ്പോൾ അവൾക്ക് ഹല്ലേലൂയ കല്ല് ആരുരുട്ടി മാറ്റും എന്നുള്ളൊരു ചിന്ത അവൾക്കില്ലായിരുന്നു. അതിരാവിലെ ഇരുട്ടുള്ള സമയത്ത് ആ ഇരുട്ടിനെ അവൾ പേടിച്ചില്ല. അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന പടയാളികൾ അല്ലെങ്കിൽ റോമൻ ഗവൺമെൻറ് ഇമ്പീരിയൽ മുദ്ര വെച്ച് സീൽ ചെയ്തിട്ട് കാബിൾ ചെയ്യുന്ന പടയാളികളേക്ക് അവൾ ചിന്തിച്ചിട്ടില്ല. അവിടെ അരിമനാഥൻ തൻ്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ പാപങ്ങളെ ക്ഷമിച്ചു തന്ന ആ ഉടിയവൻ്റെ ഹല്ലേലൂയ ശവശരീരത്തിൽ ഹല്ലേലൂയ അത് സുഗന്ധവർഗം ചെയ്തപ്പോൾ യേശു ആവേശത്തോടെ, ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ ചെന്നിട്ടും യേശു നിൽക്കുന്നത് അറിഞ്ഞില്ല. എന്താ കാരണം? ഇതുപോലെയാണ് നമ്മളും. വലിയ ആവേശമുണ്ട്, വലിയ സാക്ഷ്യവും പറയും, വലിയ പ്രവർത്തനമൊക്കെയും ചെയ്യും. എന്നാൽ യേശു നമ്മുടെ കൂടെ വരുമ്പോൾ യേശുവാണ് അത് എന്നറിയാത്തുള്ളതായുള്ള ആ മനോഭാവം ഈ ഉയർപ്പിൽ നമ്മളിൽ ഉണ്ട് എങ്കിൽ അതിൽ എന്താണ് കാരണമെന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യണം. ഇവിടെ എന്താണ് ഹല്ലേലൂയാന് കാരണമായിട്ട് വേദപഠിതാക്കൾ പറയുന്നത്? അവിടെ നിൽപ്പ് എവിടെയായിരുന്നു? കല്ലറയുടെ അനുഭവത്തിലാണ്. കല്ലറ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഹല്ലേലൂയ, പുറമേ നോക്കിയാൽ നല്ലതാണ്. മാർബിളൊക്കെ ചെയ്ത് നല്ല വാക്യങ്ങളൊക്കെ എഴുതി ഹല്ലേലൂയ കിടന്നുറങ്ങത്തക്കവണ്ണം നല്ല രീതിയിലൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ നടുവിൽ നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കാം. ഹല്ലേലൂയ, നമ്മുടെ നിപ്പ് എവിടെയാണ്? ഹല്ലേലൂയ, അകമെങ്ങനെയാണ്? മൊത്തവും ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലുകളും ചീഞ്ഞ അവസ്ഥയിൽ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം. ഹല്ലേലൂയ, ദൈവത്തോടു കൂടെയാണ് എങ്കിൽ ഉള്ളിൻ്റെ അവസ്ഥ എന്താണ് എന്ന്
നമുക്ക് നമ്മെ തന്നെ ഇന്ന് സ്വയശോധന ചെയ്യാം. കർത്താവേ, എൻ്റെ ജീവിതം ഹല്ലേലൂയ അപ്രകാരമാണോ? നമുക്ക് നമ്മെ തന്നെ ഇന്ന് സ്വയശോധന ചെയ്യാം. കർത്താവേ, എൻ്റെ ജീവിതം കർത്താവേ അപ്രകാരമാണ് എങ്കിൽ എനിക്ക് യേശുവിനെ കാണുവാൻ ഒക്കത്തില്ല. യേശുവിനെ കാണണമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ നിപ്പ് നമ്മളൊന്നും കാണണം. നമുക്കറിയാം, അവിടെ സംസാരത്തിൽ ആദ്യം അവൾ രണ്ടുപേരും കുനിഞ്ഞു നോക്കി, മറ്റവർ ശീലകൾ മാത്രം കണ്ടു. എന്നാൽ ആവശ്യത്തോടെ ആഗ്രഹത്തോടെ നിന്നതായുള്ള മറിയ കുനിഞ്ഞു നോക്കിയപ്പോൾ ശീലകൾ മാത്രമല്ല, അവിടെ രണ്ട് ദൂതന്മാർ ഇങ്ങനെ നിൽക്കുന്നു. അവൾ ആദ്യം വിചാരിച്ചു അതൊരു തോട്ടക്കാരനായിരിക്കും. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ അവൾ പറയുകയാണ്, യജമാനനെ, എൻ്റെ ഗുരുവായവനെ, എന്നെ രക്ഷിച്ച എൻ്റെ യേശുവിൻ്റെ ആ ശവശരീരം എവിടെ നിങ്ങൾ പാത്തു വച്ചേക്കുന്നത്? അതിനെ ഞാൻ എടുത്തുകൊണ്ട് പോകാം. ഒരു സ്ത്രീയെ ഹല്ലേലൂയ ഒരു പുരുഷൻ്റെ ശരീരം എടുക്കുവാൻ ഹല്ലേലൂയ സാധിക്കുമോ? എന്നാൽ അവൾ വിശ്വാസത്തോടെ പറയുകയാണ്, ഹല്ലേലൂയ അത് ഞാൻ എടുക്കുവാൻ ഹല്ലേലൂയ എനിക്കൊരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ അവിടെ ഒരു പ്രത്യാശയുടെ ആഗ്രഹമാണ്. എന്നാലും ഹല്ലേലൂയ യേശുവിനെ കാണുവാൻ സാധിച്ചില്ല. നമ്മളും ഇതുപോലെ അവസ്ഥയിൽ കൂടെയൊക്കെയും നമ്മൾ മുന്നോട്ട് പോകുന്നവരായിരിക്കാം. എന്നാൽ ഈ ഉയർപ്പിൻ്റെതായുള്ള ഈ ദൂത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നിപ്പ് എവിടെയാണ്? അങ്ങനെയെങ്കിൽ ആ നിപ്പ് നമ്മളൊന്ന് മാറണം. ആ മാറിയെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്ക് യഥാർത്ഥമായി നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരനും ഹല്ലേലൂയ യേശുവിനെ കാണുവാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. അതിനുശേഷം അവൾ അവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ, ഈ സംസാരമൊക്കെയും കഴിഞ്ഞപ്പോൾ അവളെ ഒരു പേര് വിളിക്കുകയാണ്. എന്താ വിളിക്കുന്നത്? മറിയേ എന്ന് വിളിച്ചു. അവൾക്കപ്പോൾ ആ സൗണ്ട് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി, ഇന്നലെ വരെ അവളെ മക്തലക്കാരത്തി മറിയെ പലരും പല പേരിലൊക്കെയും വിളിച്ചു, പല പേരിലും വിളിച്ചവളെ ആക്ഷേപിച്ചതാണ്. എന്നാൽ ഹല്ലേലൂയ ഈ ഒരു മനുഷ്യൻ മാത്രം മറിയേ എന്നുള്ള നീട്ടിയുള്ള വിളി, ഹല്ലേലൂയ ആ വിളിയുടെ മുന്നിൽ അവൾക്ക് മനസ്സിലായി, എന്നെ ഇതുപോലെ വിളിച്ച ഒരാളേ ഉള്ളൂ, അത് എൻ്റെ ഹല്ലേലൂയ പാപങ്ങൾ മോചിച്ചു തന്ന എൻ്റെ ഹല്ലേലൂയ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ എൻ്റെ രക്ഷകനാണ്, അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, അവൻ എൻ്റെ ഉടയവനാണ്, അവൻ എൻ്റെ പാപങ്ങളെ മോചിച്ചത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളോട് റബ്ബൂനി എന്ന് വിളിച്ചു. യേശു ക്രിസ്തുവിനെ ഹല്ലേലൂയ തൊടുവാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, അവൾ ഓടിച്ചെന്ന് ഹല്ലേലൂയ ശിഷ്യന്മാരെയൊക്കെ മരിച്ചു. ഇവിടെ നമുക്ക് നൽകുന്ന പാഠം എന്താണ്? ഹല്ലേലൂയ നമ്മളും ഈ മറിയെപ്പോലെ ആവേശത്തോടെ ആഗ്രഹത്തോടെ യേശുവിനെ കാണുവാൻ ഓടി നടക്കുന്നവരാണ്. എന്നാൽ അതിന് നടുവിൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ എവിടെ നിൽക്കുന്നത് എന്നൊരു ബോധം നമുക്ക് വേണം. കല്ലറയുടെ അനുഭവങ്ങളാണ് എങ്കിൽ കർത്താവേ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അവൻ നിന്നുള്ള ആ സുവർത്തമാനം ഹല്ലേലൂയ അത് മനസ്സിലുണ്ടെങ്കിലും അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് എങ്കിൽ ഹല്ലേലൂയ യേശുവിനെ നമ്മൾ ഹല്ലേലൂയ കാണണമെങ്കിൽ നമ്മുടെ നിപ്പൊന്ന് മാറണം, നമ്മുടെ അവസ്ഥ നാം ഒന്ന് മനസ്സിലാക്കണം. വെള്ളതേച്ച ശവക്കല്ലറിയെന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. ഉള്ളിൻ്റെ അവസ്ഥ ഹല്ലേലൂയ ചീഞ്ഞ അവസ്ഥയാണ്. അതിന് നടുവിൽ ഹല്ലേലൂയ യഥാർത്ഥമായ യേശുവിനെ കാണണമെങ്കിൽ നമ്മുടെ കല്ലറയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാറ്റിവെച്ചിട്ട് യേശുവിൽ നമ്മൾ ആയിത്തീരുക. അതിന് നടുവിൽ ആ സ്വതവർത്തമാനം ഹല്ലേലൂയ നമ്മൾ മറ്റുള്ളവരോട് വിളിച്ചു പറയുക, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ചവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഹല്ലേലൂയ അന്ധകാര ശക്തികളെ എല്ലാം എന്നേക്കുമായി കാൽവരിയിൽ തോൽപ്പിച്ചിട്ട് അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ സ്വതവർത്തമാനം നമുക്ക് ഘോഷിക്കാം. അവൻ വരാറായി. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ വരും. ഈ സ്വതവർത്തമാനം കേട്ടിട്ടും ഹല്ലേലൂയ ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ വെള്ളത്തിൻ കുമിള പോലെ മിന്നിത്തിളങ്ങുന്ന ജഡീക സുഖങ്ങൾക്ക് അടിമകളായി പോകുന്ന ആരെങ്കിലും ഈ ശബ്ദപരിധിയിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആയിരിക്കുന്നിടങ്ങളിൽ ഈ ഉയർപ്പിൻ്റെതായുള്ള ഈ സ്വതവർത്തമാനത്തിൽ നമുക്കും നമ്മെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. മകനെ, മകളെ, നിൻ്റെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ ഭാരങ്ങളിൽ, പ്രയാസങ്ങളിൽ, രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ
അന്ത്യം വരെയും നടത്തി അവനോടുകൂടെ ചേർക്കും. അതിനായിട്ട് ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനെ നമുക്കും ഘോഷിക്കാം. അവിടെ നമുക്ക് ഇപ്രകാരം പാടാം: യേശു ക്രിസ്തു എത്തു ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു, ഈ ലോകത്തിൽ താനിനി വേഗം വരും, രാജരാജനായി വാണിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അതുകൊണ്ട് യേശു ക്രിസ്തു ജീവിക്കുന്നുണ്ട്. നമുക്കും ഈ ഭൂമിയിൽ ജീവിക്കാം. അവൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കാം. ഈ സ്വതവർത്തമാനം നമ്മുടെ സമസൃഷ്ടങ്ങളോട് അറിയിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഹാലേലൂയ. കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അനുദിന വേദ ചിന്തകൾ അനുഗ്രഹമാ